ഹലോ, ഇന്ന് ഞാൻ പരിപ്പോടെ എങ്ങനെയാണ് എയർ ഫ്രയറിൽ ഉണ്ടാക്കാമെന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് ഈ കടലപ്പരിപ്പാണ്. ഇതൊരു 4 മണിക്കൂർ കുതിർത്തിട്ട് അരിച്ച് കഴുകി വെച്ചതാണ്. പിന്നെ ഉള്ളി, ചെറിയ ഉള്ളി എടുക്കാം കേട്ടോ. ഇത് ഞാനിപ്പോൾ സവാള എടുത്തേക്കണം. ഇഞ്ചി, പച്ചമുളക് അരിഞ്ഞതാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം, മഞ്ഞൾപ്പൊടി, മുളക്, ചുവന്ന മുളകാണത്, ക്രഷ് ചെയ്ത അതാണത്. പിന്നെ കറിവേപ്പില ഇത് ഉണങ്ങിയ കറിവേപ്പില വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിട്ട് എടുത്താൽ മതി. ഞങ്ങൾക്ക് ഇതുപോലെ പാക്കറ്റിൽ ഉണങ്ങിയ കറിവേപ്പില കിട്ടുന്നത് നല്ല സുഖമാണ്. അപ്പോൾ അത് കുറച്ച് നേരം വെള്ളത്തിലിട്ടാൽ ഫ്രഷ് പോലെ തോന്നും. അത് നമുക്ക് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് മിക്സിയിൽ ചെറിയ ജാറിലിട്ടിട്ട് പൾസ് ചെയ്തിട്ട് അടിച്ചെടുക്കാം. അധികം അരിഞ്ഞു പോകരുത്, വെള്ളം കൂടരുത്. ഉപ്പ് ചേർക്കാം, കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം, കുറച്ച് ഈ കാഷിൽ ഈ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി കൂടി അരിഞ്ഞതാണ്. എല്ലാം കൂടി പൾസ് ചെയ്യും. പരിപ്പൊക്കെ ഇതിങ്ങനെ പൾസ് ചെയ്ത് കുറേശ്ശെ ഇട്ടിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ചേർക്കാം. ഇല അരിഞ്ഞതും കൂടി ചേർക്കാം. എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. വെള്ളം കൂടാതിരിക്കാൻ നോക്കണം. പിന്നെ അങ്ങനെ അധികം അരിഞ്ഞു പോകുന്നു വേണ്ട. ചെറിയ ചെറിയ പരിപ്പുകളൊക്കെ അങ്ങനെയായിട്ട് കിടക്കണം. ഫ്രഷ് കറിവേപ്പിലയാണ് ചേർക്കേണ്ടത്, നല്ലോണം ചേർക്കണം. പരിപ്പോടേക്കുള്ള അരച്ചത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ എന്തൊക്കെ ചേർത്തെന്ന് ഞാൻ പറഞ്ഞല്ലോ അല്ലേ. കടലപ്പരിപ്പ്, ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ ചില്ലി ഫ്ലേക്സ് എല്ലാം കൂടി അങ്ങനെ പൾസ് ചെയ്തിട്ട് വെള്ളമില്ലാതെ അധികം അരഞ്ഞു പോവാതെ കുറച്ചൊക്കെ പരിപ്പ് കഷ്ണങ്ങൾ ഇങ്ങനെ കിടക്കണം. പരിപ്പ് അങ്ങനെ കിടക്കണം. അതിനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. വെള്ളമൊന്നുമില്ല ഇതിൽ. ഇനി നമ്മളിത് എയർ ഫ്രയറിലാണ് വയ്ക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഇങ്ങനെ ഒരു ഗ്രില്ലുണ്ട്. എപ്പോഴും ഈ ഗ്രില്ലിൻ്റെ മുകളിലാണ് എപ്പോഴും നമ്മൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളിതാ പരിപ്പ് കയ്യിലെടുത്തിട്ട് ഇങ്ങനെ അതുമ്പോൾ കുറച്ച് എണ്ണ പുരട്ടിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ പരിപ്പൊടിയാക്കിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വയ്ക്കാം. ഈ എയർ ഫ്രയറിൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും 350 ഡിഗ്രി ഫാരൻഹീറ്റും ഒരു 15 മിനിറ്റ്സുമാണ് വെക്കേണ്ടത് എപ്പോഴും. എന്നിട്ട് നമ്മൾക്ക് നോക്കുക, അതായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഒരു 4 മിനിറ്റോ 3 മിനിറ്റോ ഒക്കെ രണ്ടാമതൊന്നും കൂടി വെച്ചാൽ മതി. 6 വെച്ചിട്ടുണ്ട്. എയർ ഫ്രയർ ഓണാക്കി ടൈമർ 15 മിനിറ്റ്സ് ആക്കണം. കഴിഞ്ഞിട്ട് ടെമ്പറേച്ചർ 350 ഡിഗ്രി ഫാരൻഹീറ്റ്. ഇത് ഓട്ടോമാറ്റിക് ഇതിൽ സെറ്റ് ചെയ്തേക്കുന്നതാണ്. പിന്നെ നമുക്ക് 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ പരിപ്പോടെ പുറത്തേക്ക് ഒഴിച്ചു കേട്ടോ. പൊട്ടിച്ചു നന്നായിട്ടുണ്ട്, ക്രിസ്പായിട്ടുണ്ട്. ഇതധികം ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട, ആരോഗ്യത്തിന് നല്ലതാണ്. പിന്നെ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളവർക്ക് ഇപ്പോൾ ഏത് ഏജിലും കഴിച്ചാൽ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ മീതെ കുറച്ച് എണ്ണ ബ്രഷ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.